നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ബിവറേജസ് കൗണ്ടറിൽ നിന്നും മദ്യം മോഷ്ടിച്ച യുവാവ് പിടിയിൽ. തേവലക്കര കോയിവിള സ്വദേശി ശരത്താണ് പിടിയിലായത്. പല തവണകളായി 40 കുപ്പി മദ്യമാണ് ഇയാൾ മോഷ്ടിച്ചത്. MDMA-യുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ. കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശി സക്കീറാണ് പിടിയിലായത്. 11.260 ഗ്രാം MDMA ഇയാളിൽ നിന്നും പിടികൂടി. കിണറ്റിൽ വീണ കാട്ടുപന്നി ചത്തു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിലാണ് സംഭവം. 2 ദിവസം മുൻപാണ് പന്നി കിണറ്റിൽ വീണത്. വിശദമായ വാർത്തകളിലേക്ക്. ബിവറേജസ് കൗണ്ടറിൽ നിന്നും മദ്യം മോഷ്ടിച്ച യുവാവ് CCTV-യിൽ കുടുങ്ങി. തേവലക്കര കോയിവിള സ്വദേശി ശരത്താണ് പിടിയിലായത്. തെക്കുംഭാഗത്തെ പ്രീമിയം ഔട്ട്ലെറ്റിലായിരുന്നു സംഭവം. പല തവണകളായി 40 കുപ്പി മദ്യമാണ് മോഷ്ടിച്ചത്. ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് 40 കുപ്പി മദ്യം മോഷ്ടിച്ച യുവാവാണ് അറസ്റ്റിലായത്. തേവലക്കര സ്വദേശി ശരത്തിനെയാണ് ചവറ തെക്കുംഭാഗം പോലീസ് അറസ്റ്റ് ചെയ്തത്. തെക്കുംഭാഗത്തെ പ്രീമിയം ബിവറേജസ് ഔട്ട്ലെറ്റിലായിരുന്നു മോഷണം. ദിവസേനയുള്ള കണക്കെടുപ്പിൽ മദ്യക്കുപ്പികൾ കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ആളെ പിടികിട്ടിയത്. ഉപഭോക്താക്കൾക്ക് നേരിട്ട് മദ്യം തിരഞ്ഞെടുക്കാൻ സൗകര്യമുള്ള പ്രീമിയം കൗണ്ടറായതിനാൽ ഇത് മുതലെടുത്ത് ഓരോ ദിവസവും കുപ്പികൾ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്നു ഇയാളുടെ രീതി. ഇത്തരത്തിൽ പലപ്പോഴായി 40 കുപ്പികളാണ് ശരത്ത് മോഷ്ടിച്ചത്. തെക്കുംഭാഗം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നടക്കയിൽ പ്രവർത്തിക്കുന്ന ബിവറേജിൽ നിന്നും മദ്യം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള സംശയത്തെ തുടർന്ന് നമുക്ക് ഫോൺ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചു ദിവസമായി നടക്കാവ് ബിവറേജസ് കേന്ദ്രീകരിച്ച് മഫ്തിയിൽ പോലീസുകാർ നിൽക്കുകയും ഇതിനെ തുടർന്ന് കഴിഞ്ഞ 28-ാം തീയതി മദ്യക്കുപ്പികൾ മോഷ്ടിച്ചു എന്ന് സംശയിക്കുന്ന ഒരാൾ ഹെൽമെറ്റ് ധരിച്ച് മദ്യക്കുപ്പി മോഷ്ടിക്കുന്നതായിട്ട് സംശയിച്ച് ഒരാളെ നമ്മൾ പിന്തുടരുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ടിയാൻ്റെ കൈവശത്ത് നിന്നും മദ്യവും മറ്റും കാര്യമായി പിടിച്ചു. ബില്ലും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നതിനെ തുടർന്ന് ടിയാനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇന്നടത്തു നിന്ന് മദ്യം നിരന്തരമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു എന്ന് ടിയാൻ നമ്മളോട് പറയുകയും മറ്റും ചെയ്തിട്ടുള്ളതാണ്. ഈ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്താൻ വേണ്ടി സഹായിച്ചത്. പോലീസിൻ്റെ SI ജിബിയുടെയും സ്റ്റേഷൻ അൻസിഫ് മറ്റുള്ള പോലീസുകാരുടെയും വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുറ്റവാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുള്ളത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ലഹരി വിരുദ്ധ നടത്തം സംഘടിപ്പിച്ചു. ചവറ കോയിവിള വടക്ക് 17ാം വാർഡ് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ നടത്തം സംഘടിപ്പിച്ചത്. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ലഹരിക്കെതിരെ നടത്തം സംഘടിപ്പിച്ചത്. കോയിവിള വടക്ക് 17ാം വാർഡ് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ലഹരിക്കെതിരെ നടത്തം. 32 നമ്പർ അംഗൻവാടിയിൽ നിന്നും ആരംഭിച്ച നടത്തം ഭരണിക്കാവ് ജംഗ്ഷനിൽ സമാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SNൽ ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് ഏറ്റെടുക്കാം, നമ്മുടെ ഭവനങ്ങളിലെ നമ്മുടെ കുട്ടികളിലേക്ക് ഈ ചിന്ത പകരാം. ഈ നമ്മുടെ സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിന് തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ പിന്തുണയും. ഇതിന് ഏതു തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിന് വലിയൊരു വിപത്തായി മാറുകയാണ് ലഹരി ഉപയോഗം. നമ്മളൊക്കെ കാണുന്നതിനും അപ്പുറമാണ്. ബഹുമാനപ്പെട്ട SHO ഒരുപക്ഷെ അതുകൂടെ വിവരിക്കും. പലതരത്തിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ തരത്തിൽ സാധിക്കാത്ത തരത്തിലുള്ള ലഹരികളാണ് നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാലക്കൽ ഗോപൻ അധ്യക്ഷത വഹിച്ചു. തെക്കുംഭാഗം SHO മുഖ്യപ്രഭാഷണം നടത്തി. രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ശക്തികളുടെ ഫലമായി നമ്മുടെ തലമുറയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല തരത്തിലുള്ള പല പേരുകളിലായി പല രൂപങ്ങളിലായി നമ്മുടെ ഓരോരുത്തരുടെയും വീടിൻ്റെ പരിസരങ്ങളിലും എത്തിച്ചേർന്നിരിക്കുന്നു. അതിനെ നമ്മൾ MDMA എന്ന് വിളിക്കും, കഞ്ചാവെന്ന് വിളിക്കും, നെപ്താഫിനെന്ന് വിളിക്കും,
അങ്ങനെ ഇന്ന് തുടങ്ങി വിവിധ തരങ്ങളിൽ, വിവിധ രൂപങ്ങളിൽ, വിവിധ വർണ്ണരൂപങ്ങളിലും വിവിധമല്ലാത്ത രൂപങ്ങളിലും ഒക്കെയായി നമ്മളുടെ കൊച്ചു തലമുറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. PH റഷീദ്, അംഗനവാടി അധ്യാപകരായ ശ്യാമള, ബിന്ദുകുമാരി, ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി വിമൻസ് ഫെസിലിറ്റർ അഞ്ജലി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ. MDMAയുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ. കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശി സക്കീറാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും കരുനാഗപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും വിൽപ്പനയ്ക്കായി എത്തിച്ച 11.26 ഗ്രാം MDMAയും ഇയാളിൽ നിന്ന് പിടികൂടി. പോലീസിനെ കണ്ട പ്രതി വിഴുങ്ങിയ MDMA ജില്ലാ ആശുപത്രിയിൽ നടത്തിയ വിദഗ്ധ പരിശോധനയിൽ പുറത്തെടുത്തു. അറസ്റ്റ് ചെയ്ത പ്രതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കരുനാഗപ്പള്ളി ആദിനാട് വടക്ക് മദീന മൻസിലിൽ സക്കീറാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാൾ ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിച്ച് നാട്ടിൽ വിൽപ്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. 30-ന് ഉച്ചയ്ക്ക് ഇയാളെ പിടികൂടുന്നതിനായി കരുനാഗപ്പള്ളി പോലീസും കരുനാഗപ്പള്ളി ACP പ്രദീപ് കുമാറിന്റെ കീഴിലുള്ള സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് സംഘവും ഇയാളുടെ വീട്ടിലെത്തി. പോലീസിനെ കണ്ട പ്രതി കൈവശമുണ്ടായിരുന്ന MDMA വിഴുങ്ങി. ഉടൻ തന്നെ പോലീസ് ഇയാളെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. വിദഗ്ധമായ പരിശോധനയിൽ ഇയാളുടെ വയറ്റിൽ നിന്നും 11.26 ഗ്രാം MDMA ഡോക്ടർമാർ പുറത്തെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കിണറ്റിൽ വീണ കാട്ടുപന്നി ചത്തു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് കൊറ്റമ്പള്ളി 11-ാം വാർഡിലാണ് സംഭവം. 2 ദിവസം മുൻപാണ് കിണറ്റിൽ പന്നി വീണത്. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. ഓച്ചിറ കൊറ്റമ്പള്ളി 11-ാം വാർഡിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. പറയാട്ട് തെക്കതിൽ രമേശിന്റെ വീട്ടിലെ കിണറ്റിലാണ് പന്നി വീണത്. വാർഡംഗം ചിഞ്ചു അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് പന്നിയെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തത്. സമീപ പ്രദേശങ്ങളിൽ പന്നിശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ അറിയിച്ചു. വളരെ അടിയന്തരമായി മാവേലിക്കരയുള്ള അഖിൽ എന്ന് പറയുന്ന ഷൂട്ടർക്ക് ഈ കാട്ടുപന്നിയെ വെടിവെക്കുവാനുള്ള ചുമതല നൽകിയിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിഷയം, കണ്ടെത്താൻ കഴിയാത്തൊരു വിഷയം, ഇത് പകൽ സമയങ്ങളിൽ ഏതെങ്കിലും ഒളിസങ്കേതങ്ങളിലായിരിക്കും ഒളിച്ചിരിക്കുന്നത്. രാത്രി സമയങ്ങളിലാണ് ഇതിൻ്റെ സഞ്ചാരം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒളിസങ്കേതങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം. എങ്കിലും ഇന്ന് കൊറ്റമ്പള്ളി 11-ാം വാർഡിലെ പറയാട്ട് തെക്കതിൽ രമേശൻ്റെ വീട്ടിൽ കിണറിൽ ഒരു കാട്ടുപന്നി ചാടുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തോളം പഴക്കമുണ്ടായിരുന്ന ഈ മൃതദേഹം ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ അറിയിച്ചതിനെ തുടർന്ന് ഇവിടെ വന്ന് അത് അടക്കം ചെയ്യുകയുണ്ടായി. ഇതും ഈ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായ സാഹചര്യത്തിൽ ഓച്ചിറ പഞ്ചായത്തിൻ്റെ അടിയന്തരമായ മുന്നറിയിപ്പുമായി മുന്നോട്ട് പോകാൻ പോവുകയാണ്. പല പ്രദേശങ്ങളിലും, അതായത് കൃഷിക്കായി ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥലങ്ങൾ മുഴുവനും വലിയ വലിയ ഓച്ചകളും കാടുകളും വളർന്ന് വളരെ രൂക്ഷമായ ഈ പന്നികളുടെ സങ്കേതങ്ങളായി മാറിയിട്ടുണ്ട്. സുധീഷ്, ആനന്ദൻ, രമേശൻ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കല്ലടയാറിന് കുറുകെ തരിയത്തോപ്പ് കടവിൽ 20 കോടിയുടെ പാലത്തിന് അനുമതിയായതായി മന്ത്രി KB ഗണേഷ് കുമാർ. വികസന പ്രവർത്തികൾ കണ്ട് ചിലർ വിറളി പൂണ്ട് സോഷ്യൽ മീഡിയ വഴി തനിക്കെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. പിറവന്തൂർ പഞ്ചായത്തിൽ കിഴക്കേ മുറി അംഗനവാടിക്കായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ശിലയിടുകയായിരുന്നു മന്ത്രി. സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞെന്നും കല്ലടയാറിന് കുറുകെ തരിയൻതോപ്പ് കടവിൽ 20 കോടിയുടെ പാലത്തിന് അനുമതിയായതായും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. വികസന പ്രവർത്തികൾ കണ്ട് ചിലർ വിറളി പൂണ്ട് സോഷ്യൽ മീഡിയ വഴി തനിക്കെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 16 നിയമവെള്ളത്തിന്റെ പ്രതിയായി നിയമസഭയിൽ അടച്ചതിന് ശേഷം 8ാമത്തെ പാലമാണ് കല്ലടയാറിന്റെ കുറുകെ പണിയാൻ പോകുന്നത്. ഒരു MLA 8ാമത്തെ പാലം പണിയാണ്. അതും കല്ലടയാറിന്റെ കുറുകെ ഉണ്ട്. വലിയ ആറിന്റെ കുറുകെ 8 പാലങ്ങൾ. ആ 8ാമത്തെ പാലം എന്ന് പറയുന്നത് ഏറ്റവും നീളം കൂടിയ പാലമാണ്. കമുഞ്ചേരി പാലത്തിന് അന്ന് 3.5 കോടി രൂപയാണ് ചിലവായത്. എലിക്കാട്ടൂർ പാലത്തിനും 4 കോടി രൂപയാണ് ആറാട്ടൂർ പാലത്തിന് ചിലവായത്. അങ്ങനെ 20 കോടി രൂപയാണ് ബഡ്ജറ്റിൽ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഇപ്പോൾ ആശുപത്രി വരുന്നത് എവിടെയാണ്? പിടവൂർ കഴിഞ്ഞാൽ മഞ്ചള്ളൂരാണ് വരുന്നത്. അപ്പോൾ ഇവിടേക്കുള്ള ആളുകൾക്ക് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ ഈ പാലം കടന്നാൽ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന അത്ര അടുത്തേക്ക് മാറുകയാണ്. അല്ലെങ്കിൽ പത്തനാപുരം ടൗൺ ചുറ്റി വേണം ആശുപത്രിയിൽ പോകാനായിട്ട്. പിറവന്തൂർ പഞ്ചായത്തിൽ കിഴക്കേമുറി അംഗനവാടിക്കായി പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മന്ത്രി KB ഗണേഷ് കുമാർ, വാർഡംഗം മഞ്ജു D നായർ എന്നിവരുടെ ശ്രമഫലമായാണ് പുതിയ അംഗനവാടി യാഥാർത്ഥ്യമാകുന്നത്. വാർഡിൽ ഒരു അംഗൻവാടി ഇല്ല എന്നുള്ളൊരു പരാതി കഴിഞ്ഞ 10 വർഷമായിട്ടും മഞ്ജു D നായർ എപ്പോഴും കണ്ടാലും സാറേ അംഗൻവാടി എന്ന് പറയും.
പക്ഷേ ഈ നിയോജകമണ്ഡലത്തിലെ ഓടിട്ടതും ഷീറ്റിട്ടതുമായ എല്ലാ അംഗൻവാടികളും മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരോടും ചോദിച്ചു, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ മെമ്പർമാർക്കും ഞാൻ അംഗൻവാടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പൊളിച്ച് പണിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, പൊളിച്ച് പണിഞ്ഞു. അപ്പം മഞ്ജുവിന് ഭയങ്കര ആഗ്രഹമാണ്, എല്ലാവരും പൊളിക്കുന്നു, പണിയുന്നു. പിന്നെ പുറവന്തൂർ പണിതു, ഇപ്പോൾ കരിമ്പാലൂർ പണിഞ്ഞ് കിടക്കുന്നു, പിന്നെ കളശ്ശേരിയിൽ പണിത് കിടക്കുന്നു. അങ്ങനെ പട്ടാഴി വടക്കേക്കരൊക്കെ എല്ലാം ഇപ്പം പത്തനാപുരത്ത് സൊനറ്റിൻ്റെ വാർഡിൽ പണിതു. എല്ലാം അവിടെ പത്തനാപുരം പഞ്ചായത്തിൽ 4 or 5 നെടുമ്പറമ്പിൽ പണിതു. എല്ലായിടത്തും പണി നടക്കും, തീരാറായി കിടക്കുന്നു. പെയിൻ്റ് അടി വരെ എത്തിയ എല്ലാ അംഗൻവാടികളും തീർന്ന് കിടക്കുകയാണ്. എല്ലാ പഞ്ചായത്തിലും അംഗൻവാടികൾ ഇഷ്ടം പോലെ കൊടുത്തു. അപ്പോൾ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെട്ടിക്കോല മേലിലെ പഞ്ചായത്തിലൊന്നും ഓടിട്ട അംഗൻവാടികളില്ല, ഷീറ്റിട്ടതുമില്ല. ഇപ്പോൾ ഒരു ചക്കോരിക്കൽ ഒരു കേസുണ്ടായിരുന്നു, ആ കേസ് തീർന്നു. ആ സ്ഥലം അംഗൻവാടി പൊളിച്ച് അവർ ഡിസൈൻ വരച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ അതിൻ്റെ പൈസ കൊടുക്കും. 5 സെന്റ് സ്ഥലവും വഴിയും സൗജന്യമായി വിട്ടു നൽകിയത് കിഴക്കേ ഭാഗം മൂലമണ്ണിൽ തോമസ് വർഗീസ് ആണ്. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 26 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം വിഷ്ണു ഭഗത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡംഗം മഞ്ജുടി നായർ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TCS ദിവ്യ, അഞ്ജു, രാജേഷ്, ബിനി ജോർജ്, രതീഷ് ജി, CA പ്രസാദ്, VI സാക്കുട്ടി, ബിജു എന്നിവർ പങ്കെടുത്തു. അംഗനവാടിക്ക് സൗജന്യമായി ഭൂമി നൽകിയ തോമസ് വർഗീസ്, നിയോജകമണ്ഡലത്തിലെ മികച്ച BLO ആയി തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രാദേവി, ആശാവർക്കർമാരായ ലീന തമ്പി, ശശികല, ഹരിതകർമ്മ സേനാംഗങ്ങളായ സുജ, സീജ, തൊഴിലുറപ്പ് മേറ്റുമാരായ ജയശ്രീ, രാധാമണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാന നാടകോത്സവത്തിന് മാറ്റുരയ്ക്കാൻ കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ഒരു ഗ്രന്ഥവും കുറെ എലികളും എന്ന നാടകവും. നാടകത്തിന്റെ അവസാന റിഹേഴ്സലും പൂർത്തിയായി. തിരൂരിൽ നടക്കുന്ന സംസ്ഥാന നാടക മത്സരത്തിൽ കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ചാണ് ഒരു ഗ്രന്ഥവും കുറെ എലികളും എന്ന നാടകം മാറ്റുരയ്ക്കുന്നത്. പുസ്തകം കയ്യിലെടുത്തോളൂ, പട്ടിണിയായ മനുഷ്യ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് നാടകം അരങ്ങേറുന്നത്. നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സാഹിത്യകാരനും പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയുമായ പ്രദീപ് കണ്ണൻകോടാണ്. അനിൽ നട്ടയം, സന്തോഷ് ചെറുകാട്, ഏറം ബാബുരാജ്, ബൈജുക്കുട്ടി, സുമീന സലീം, ലിനു, ദക്ഷാകല്യ, അഖിലേഷ്, ദേവദത്ത്, ജയശ്രീ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് M സലീമാണ്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതിയായ നാടകോത്സവം ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിൽ തിരൂരിൽ വെച്ച് നടക്കുകയാണ്. ഒരു ജില്ലയിൽ നിന്ന് ഒരു നാടകം എന്ന ക്രമത്തിൽ 14 നാടകങ്ങളാണ് അരങ്ങേറുന്നത്. അതിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ നാടകമാണ് ഒരു ഗ്രന്ഥവും കുറേ എലികളും. പുനലൂർ താലൂക്കിനാണ് ആ നാടകം രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള ചുമതല ഈ വർഷം ലഭിച്ചത്. പുനലൂർ താലൂക്ക് സെക്രട്ടറി ബഹുമാന്യനായ പ്രദീപ് കണ്ണൻകോട് സാറ് രചനയും സംവിധാനവും നിർവഹിച്ച നാടകമാണ് നമ്മൾ തിരൂരിൽ 31 തീയതി വൈകുന്നേരം അവതരിപ്പിക്കുന്നത്. ഏരൂർ PK ശ്രീനിവാസൻ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 15 ദിവസമായി നടന്ന റിഹേഴ്സലിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ഏരൂർ LPSL ഓഡിറ്റോറിയത്തിൽ 30 തീയതി വൈകിട്ട് 6:30 അതിൻ്റെ ഫൈനൽ ഷോ നടക്കുകയുണ്ടായി. ഇതിൽ പങ്കെടുത്ത എല്ലാ ഗ്രന്ഥശാല പ്രവർത്തകരെയും വിശേഷിച്ച് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇതിന് ആദ്യന്തം രാപകൽ അധ്വാനിച്ച എല്ലാ കലാസ്നേഹികളെയും ലൈബ്രറി പ്രവർത്തകരെയും ജില്ലാ ലൈബ്രറി കൗൺസിലിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ഏരൂർ PK ശ്രീനിവാസൻ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു നാടകത്തിന്റെ പരിശീലനം. സംസ്ഥാന നാടകോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ ഒരു ഗ്രന്ഥവും കുറെ എലികളും എന്ന ഈ നാടകത്തിന് കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകർ. ഭരണഘടനയുടെ എമ്മിയാറ്റമാണ് ഏറ്റു ഇവന്മാരെ വെള്ളത്തിന്റെ മുക്കി കളയണം, ഇതിലൂടെ മുക്കി കളയണം, വേണ്ട കൊല്ലരുത്. കൊല ഒന്നിനും പരിഹാരമല്ല. നിങ്ങൾ അവരെ ജനത്തിന് കൈമാറുക. ജനം തീരുമാനിക്കട്ടെ എന്തു വേണമെന്ന്. നമ്മുടെ കടമ മറ്റൊന്നാണ്.
ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തൊഴിലാളി ക്ഷേമവും ജനക്ഷേമവും ഉറപ്പാക്കുന്ന ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചാണ് പ്രകടനം നടത്തിയത്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. 2026-27 കേരള സംസ്ഥാന ബഡ്ജറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതിന് 40,000 രൂപ ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസും വായ്പകൾക്ക് 2% പലിശയിളവും പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പുനലൂർ പട്ടണത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. 5000-ലധികം ഓട്ടോ സ്റ്റാൻഡുകൾ സോളാർ ചാർജിംഗ് സൗകര്യത്തോടെ സ്മാർട്ട് മൈക്രോ ഹബ്ബുകളാക്കി മാറ്റാനും തൊഴിലാളികൾക്കായി പ്രത്യേക ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമ്മേളനം ഓട്ടോറിക്ഷ തൊഴിലാളി അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം R. അശോകകുമാർ ഉദ്ഘാടനം ചെയ്തു. നിരവധിയായ നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് ഇന്നലെ നമ്മുടെ നാട്ടുകാരനായ ധനകാര്യ മന്ത്രി KN ബാലഗോപാൽ സഖാവ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കുമെന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി അതിനകത്ത് പറയുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡുകൾ സ്മാർട്ട് ഓട്ടോ സ്റ്റാൻഡുകളാക്കുമെന്ന് പറയാം. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പുറകെ വരുന്നതേ ഉള്ളൂ. എന്നാലും സ്മാർട്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളാക്കുമ്പം അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾക്ക് കറക്റ്റായിട്ടുള്ള അംഗീകാരം സാധാരണഗതിയിൽ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡുകളിലൊക്കെ ചിലപ്പോൾ പിടിച്ചിടുമ്പം നമ്മുടെ അധികാര വർഗത്തിൽപ്പെട്ടവരൊക്കെ വന്ന് നമ്മളെ ഓടിച്ച് പായിച്ചു വരുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇന്നലെ നമ്മുടെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. മാർക്കറ്റ് മൈതാനിയിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ടൗൺ ചുറ്റി TB ജംഗ്ഷനിൽ സമാപിച്ചു. 3ാം തവണ 3.0 പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അശോകകുമാർ പറഞ്ഞു. ഏരിയ സെക്രട്ടറി O. ജേക്കബ്, മുനിസിപ്പൽ പ്രസിഡന്റ് പപ്പൻ, മുനിസിപ്പൽ സെക്രട്ടറി അജികുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊല്ലം ജില്ലാ പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 2 വരെയാണ് കേരളോത്സവം നടക്കുന്നത്. 1600ഓളം മത്സരാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് കേരളോത്സവത്തിനാണ് തുടക്കമായത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R. ലതാദേവി നിർവഹിച്ചു. യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. 1600ഓളം മത്സരാർത്ഥികളാണ് കായിക കലാമത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR. അരുൺ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം B. ജയന്തി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നജീബ് മണ്ണേൽ, അഡ്വക്കേറ്റ് ദിലീപ് കുമാർ, വിഷ്ണു ഭഗത്, S. ഷബീർ, സയൂജ, ബിന്ദു VS തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 2-ന് കേരളോത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് ചവറയിൽ നടത്തി. ഫെബ്രുവരി 4-5 തീയതികളിൽ നടക്കുന്ന കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായാണ് ക്യാമ്പ് നടത്തിയത്. വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് ഹാളിലായിരുന്നു ക്യാമ്പ് നടത്തിയത്. COA മേഖലാ കമ്മിറ്റിയും ചവറ പർപ്പിൾ ഐ കെയർ കണ്ണാശുപത്രിയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെയും ഫെബ്രുവരി 4-5 തീയതികളിൽ കുണ്ടറയിൽ നടത്തുന്ന ജില്ലാ സമ്മേളനത്തിന്റെയും അനുബന്ധ പരിപാടിയായാണ് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് ചവറയിൽ സംഘടിപ്പിച്ചത്. പർപ്പിൾ ഐ കെയർ കണ്ണാശുപത്രിയും ചവറ മേഖല കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചവറ വേണാട് കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് ഹാളിലായിരുന്നു ക്യാമ്പ് നടത്തിയത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിച്ചു. എന്നും എപ്പോഴും നമ്മളോടൊന്ന് ഒപ്പം നിൽക്കുന്ന ലോക്കൽ ചാനലുകളാണ്. ഇപ്പോൾ വേണാടടക്കമുള്ള നമ്മുടെ ഇവിടുത്തെ കേബിൾ TVയിലൂടെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നുള്ള വിഷയങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അപ്പം മുഖ്യധാര ചാനലുകളൊക്കെ ഉണ്ടെങ്കിലും സാറ്റലൈറ്റ് ചാനലുകളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും പ്രാദേശികമായി സംസ്ഥാനത്തുടനീളം ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കുള്ള ചാനൽ എന്നുള്ള രീതിയിൽ ചാനലുകൾ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാകുകയാണ്. ഏറ്റവും കൂടുതൽ ജനപ്രിയവും ഇങ്ങനെയുള്ള ചാനലുകൾ തന്നെയാണ്. മാത്രമല്ല മറ്റ് വിനോദ കായിക
മേഖലയിലുള്ള വിവിധ സ്പോർട്സ് ഇനങ്ങളും അതുപോലെ മറ്റ് ചാനലുകളും എല്ലാം നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതുമെല്ലാം കേബിൾ TV ഓപ്പറേറ്റേഴ്സാണ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് ബിനു പി അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 30 വർഷക്കാലമായി കേരള വിഷൻ ഇന്ന് കേരളത്തിലെ ഇൻ്റർനെറ്റും ഡിജിറ്റലും സർവീസ് കൊടുക്കുന്നുണ്ട്. കേരള വിഷനെ സംബന്ധിച്ചിടത്തോളം ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ ഒരു സംരംഭമാണ്. ഇതിന്ന് കേരളത്തിലെ ഡിജിറ്റൽ കണക്ഷനിൽ 1ാം സ്ഥാനത്തും ഡിജിറ്റലും ബ്രോഡ്ബാൻഡ് കണക്ഷനും കേരളത്തിൽ 1ാം സ്ഥാനത്തും രാജ്യത്ത് ബ്രോഡ്ബാൻഡ് കണക്ഷനിൽ 4ാം സ്ഥാനത്തുമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചെറുകിട ബദൽ എന്ന പോലെ കേരള മോഡൽ എന്ന പോലെ ഇത് 5000-ഓളം വരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഒരു കൂട്ടായ പ്രസ്ഥാനമാണ്. രാജ്യത്ത് ഒരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്തതുപോലെ തന്നെ കുത്തക ഭീമന്മാർക്ക് കടന്നു കയറാൻ പറ്റാത്ത ഒരു മേഖലയായി നമ്മുടെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് കൂട്ടായ്മയ്ക്ക് സാധിക്കുന്നത് കേബിൾ TV ഓപ്പറേറ്റർമാർ അസോസിയേഷൻ എന്ന സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും മാറി വരുന്ന ടെക്നോളജി ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ്. വേണാട് കമ്മ്യൂണിക്കേഷൻ പ്രസിഡന്റ് അശോകൻ സ്വാഗതം പറഞ്ഞു. COA കൊല്ലം ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു ആമുഖ പ്രസംഗം നിർവഹിച്ചു. COA ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിനോദ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം തിലകരാജ് എന്നിവർ ആശംസ നേർന്നു. മേഖലാ സെക്രട്ടറി സലീം നന്ദി പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യത്ത് ആരോഗ്യ രംഗത്ത് നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പുതിയ വളർന്നു വരുന്ന തലമുറയെ ഒരു നല്ല രീതിയിൽ വാർത്തെടുക്കുവാനും വളർത്തിയെടുക്കുവാനും കഴിയുന്ന തരത്തിൽ ആരോഗ്യരംഗം വളരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടും പുതിയ തലമുറയ്ക്ക് ഒരു പ്രചോദനം എന്നുള്ള രീതിയിൽ ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന നേത്ര പരിശോധന, സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത്, ചവറ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പം തന്നെ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് വച്ചിട്ട് പോലും അവിടെ ഒരു പരിശോധന നടത്തുവാനോ അല്ലെങ്കിൽ അവിടെ രോഗം കണ്ടുപിടിക്കുവാനോ നമ്മുടെ സമൂഹം തയ്യാറാവുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇന്നത്തെ ഈ സദസ്സ്. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ബിവറേജസ് കൗണ്ടറിൽ നിന്നും മദ്യം മോഷ്ടിച്ച യുവാവ് പിടിയിൽ. തേവലക്കര കോയിവിള സ്വദേശി ശരത്താണ് പിടിയിലായത്. പല തവണകളായി 40 കുപ്പി മദ്യമാണ് ഇയാൾ മോഷ്ടിച്ചത്. MDMA-യുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ. കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശി സക്കീറാണ് പിടിയിലായത്. 11.260 ഗ്രാം MDMA ഇയാളിൽ നിന്നും പിടികൂടി. കിണറ്റിൽ വീണ കാട്ടുപന്നി ചത്തു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിലാണ് സംഭവം. 2 ദിവസം മുൻപാണ് പന്നി കിണറ്റിൽ വീണത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.